ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടായ കേരളത്തിൻ്റെ പ്രതികരണം രാജ്യത്ത് ആദ്യത്തെ പ്രതികരണം എന്ന രീതിയിൽ ഈ നിയമം പാസാക്കിയ ഉടനെ വരികയുണ്ടായി. ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന ഇതിനെ നാം ചോദ്യം ചെയ്യാൻ തയ്യാറായി. ഈ പൗരത്വ ഭേദഗതി നിയമം മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് കേരളം ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. മാത്രമല്ല, പൗരത്വ നിയമ ഭേദഗതിയായാലും ദേശീയ പൗരത്വ രജിസ്റ്ററായാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററായാലും ഇതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കാനും കേരളം തയ്യാറായി. ആ ഘട്ടത്തിൽ കേരളത്തിൻ്റെ ശബ്ദം ഒറ്റപ്പെട്ട ഒന്നായി പലർക്കും തോന്നിയിരിക്കും. എന്നാൽ പിന്നീടത് പലരും ഏറ്റെടുത്തു എന്നത് നാം കണ്ടൊരു കാര്യമാണ്. ഇവിടെ നാം ശ്രമിച്ചത് ഇതിനെ ചോദ്യം ചെയ്യാൻ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതിനാണ്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക. അതിൻ്റെ ഭാഗമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ ആ ഘട്ടത്തിൽ നടക്കുകയുണ്ടായി. ആ പ്രതിഷേധ കൂട്ടായ്മയിൽ അന്നത്തെ പ്രതിപക്ഷവും പങ്കെടുക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാക്കളും ആ കൂട്ടായ്മയിൽ അണിനിരന്നു. അതിൻ്റെ തുടർച്ചയായി ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നടക്കുകയുണ്ടായി. എല്ലാം ഉറക്കെയുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. RSS അജണ്ട ഇവിടെ നടപ്പാക്കില്ല, ഇവിടെ നടപ്പാവില്ല എന്ന പ്രഖ്യാപനമായിരുന്നു അതിലെല്ലാം ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായി സർവകക്ഷി യോഗം ചേർന്നു. അവിടെയും നിന്നില്ല, പ്രത്യേക നിയമസഭാ യോഗം വിളിച്ചു. നിയമസഭയിൽ ഇതിനെതിരെയുള്ള പ്രമേയം, പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം ഏകണ്ഠമായി പാസാക്കി. അത് ആ രീതിയിൽ ഒരു പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭയായിരുന്നു. മാത്രമല്ല, രാജ്യത്തെ BJP ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ ഘട്ടത്തിൽ കത്തയച്ചു. ഇതിനെ ചോദ്യം ചെയ്യാൻ നാം തയ്യാറാകണം, എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരും ഇതിനെതിരെ അണിനിരക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കാനും തയ്യാറായി. മാത്രമല്ല, നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്യൂട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. ഇതെല്ലാം ചെയ്ത ആദ്യ സംസ്ഥാനം കേരളമാണ്. നമ്മുടെ നാടിന് അത്തരത്തിൽ നീങ്ങാൻ കഴിഞ്ഞത് നേരത്തെ ഉള്ള നമ്മുടെ സംസ്കാരം കൊണ്ടാണ്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാട് എന്നതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ മുൻകൈയെടുക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങളിൽ പലരും പങ്കെടുത്ത മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള മനുഷ്യ ചങ്ങല LDFിൻ്റെ നേതൃത്വത്തിൽ ഈ നിയമത്തിനെതിരെ ആ കാലത്ത് സംഘടിപ്പിച്ചത്. ഇവിടെ നാം കാണേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ നിയമം കേവലം ഒരു നിയമം മാത്രമല്ല. ഈ നിയമത്തിൻ്റെ ഭാഗമായി ഭയത്തിലാകുന്ന, ഭീതിയിലാകുന്ന, ആശങ്കയിൽ കഴിയുന്ന, വലിയ തോതിൽ ഉത്കണ്ഠപ്പെടുന്ന, ഇന്നലെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്ന ലക്ഷക്കണക്കിൽ ആളുകൾ, കോടിക്കണക്കിൽ ആളുകൾ
നമ്മുടെ രാജ്യത്തുണ്ട്. കോടാനുകോടി ജനങ്ങൾ, അവർ ഭയപ്പാടിലാണ്. ആ ഭയപ്പാടിലുള്ള ജനലക്ഷങ്ങളോട് നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട്, ഞങ്ങളൊപ്പമുണ്ട് എന്ന ധൈര്യം പകരുന്ന നടപടിയായിരുന്നു ഈ പറഞ്ഞ എല്ലാ നടപടികളും എന്നത് നാം പ്രത്യേകം കാണേണ്ടതാണ്. ഇവിടെ ചെറിയൊരു കാര്യം കൂടി നമ്മളിപ്പോൾ ഓർത്തു പോകുന്നതിന് പറയാൻ ഞാൻ നിർബന്ധനാവുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണല്ലോ നിൽക്കേണ്ടത്. ഒന്നിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങളെ എതിർത്ത് പരാജയപ്പെടുത്തുകയാണല്ലോ വേണ്ടത്. മതനിരപേക്ഷ ചിന്താഗതിക്കാരാണെന്ന് പറയുന്ന എല്ലാവരും ആ രീതിയിലുള്ള നടപടിയാണല്ലോ സ്വീകരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവമുണ്ട്, ഞങ്ങൾക്കുണ്ടായ അനുഭവമുണ്ട്, അതുകൂടി ഇവിടെ പങ്കുവെക്കണം എന്നാണ് തോന്നുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള നീക്കങ്ങൾ ആദ്യമേ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് നടത്താനാണ് സർക്കാർ തയ്യാറായത്. അതുകൊണ്ടാണ് പ്രതിപക്ഷമടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് പെട്ടെന്ന് ചുവട് മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ചുവടുമാറ്റം ഉണ്ടായത് എന്ന് ആർക്കും അന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നും പറയാനാവില്ല. മാത്രമല്ല, ഏകണ്ഠമായി പാസാക്കിയ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കുന്ന നിലയുണ്ടായി. അന്നത്തെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് വളരെ പരിഹാസ്വരത്തിലാണ് ചോദിച്ചത്, ഇത്തരമൊരു പ്രമേയം പാസാക്കിയതുകൊണ്ട് നിയമം ഇല്ലാതാവുമെന്ന്. ഈ ഒരു പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കുന്നു. പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല. നമ്മുടെ രാജ്യത്ത് കിരാതമായ നടപടികൾക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി അവസാനം ജനങ്ങളുടെ കരുത്ത് വിജയം നേടുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്താണ് ആ ചരിത്രമെല്ലാം മറന്നുകൊണ്ട് ഇന്ന് BJP ഗവൺമെൻറ് പറയുന്ന ആ നിലപാടാണ് എല്ലാ കാലവും നിലനിൽക്കാൻ പോകുന്നത് എന്ന തരത്തിൽ അദ്ദേഹം പറയാൻ തയ്യാറായത്. ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാട് പിന്നീട് കോൺഗ്രസ് സ്വീകരിച്ചു. യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവർക്ക് നേരെ പാർട്ടിതല നടപടികൾ സ്വീകരിച്ചു. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയത് ഡിസംബർ 2-ാം വാരത്തിലാണ്. ആ ഘട്ടത്തിൽ രാജ്യത്താകെ കടുത്ത പ്രതിഷേധമുയർന്നു. ഡിസംബർ 10-ന് രാജ്യമാകെ തെരുവിലിറങ്ങുന്ന സ്ഥിതിയുണ്ടായി. ആ പ്രക്ഷോഭം നടന്ന ആ ദിവസം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ, അവരായിരുന്നല്ലോ എണ്ണത്തിൽ വളരെ കൂടുതൽ, ആ MP-മാർ അവരുടെ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങളിലൊന്നും അവരെ ആരും കണ്ടില്ല. എന്തേ അങ്ങനെയൊരു സമീപനം വന്നത്? കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവെന്ന് അവരും നമ്മളുമെല്ലാം അംഗീകരിക്കുന്നയാൾ ഇന്ത്യയിലേ ഉണ്ടായില്ല, വിദേശത്തേക്ക് പോയി. ഇത്തരമൊരു പ്രശ്നം അവർക്കൊരു പ്രശ്നമായിട്ടേ തോന്നിയില്ല. ഡൽഹിയിൽ ഇതിനെതിരെ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു.
CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI-യുടെ ജനറൽ സെക്രട്ടറി D. രാജ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ ഒരുപാട് ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത ആരെങ്കിലും കേട്ടോ? ലോക്സഭയിൽ ആകെ ഒരു മെമ്പറേ ഇടതുപക്ഷത്തിനുള്ളൂ, ആരിഫ്. ആരിഫിൻ്റെ ശബ്ദം ആ ഘട്ടത്തിൽ ഉയർന്നു. ഇതിനെതിരെ നമ്മുടെ കോൺഗ്രസിൻ്റെ MP-മാർ സാങ്കേതികമായി എതിർത്തു എന്ന് പറഞ്ഞ് ഒരു മൂലയിൽ പോയി ഒളിച്ചു. ഇതിനെ ഫലപ്രദമായി എതിർക്കാൻ തയ്യാറായില്ല. ഇതിനെതിരെ അവരുടെ ശബ്ദം വേണ്ടത്ര പൊങ്ങിയില്ല. രാജ്യസഭയിൽ നല്ല പ്രതിഷേധം ഇടതുപക്ഷ അംഗങ്ങൾ ഉയർത്തി. ഇളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷും എല്ലാം ആ ഘട്ടത്തിൽ കടുത്ത പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർത്തി. ആരുടെയെങ്കിലും കോൺഗ്രസിൻ്റെ ആരുടെയെങ്കിലും ശബ്ദം ആർക്കെങ്കിലും കേൾക്കാൻ കഴിഞ്ഞോ? ഇടതുപക്ഷ MP-മാർ ഇതിന് ഭേദഗതി നിർദ്ദേശിച്ചു. ഈ ബില്ല് വോട്ടിനിടണമെന്നാവശ്യപ്പെട്ടു. നാം ഓർക്കേണ്ടത് 2020 ജനുവരി ആയപ്പോൾ ഇതിനെതിരെയുള്ള പ്രക്ഷോഭം വലിയ തോതിൽ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ കനത്തു. ആ പ്രക്ഷോഭത്തിൽ എവിടെയും നമ്മുടെ കോൺഗ്രസ് MP-മാരെ കാണാൻ കഴിഞ്ഞില്ല. ഇടതുപക്ഷ MP-മാരുണ്ടായി, ഇടതുപക്ഷ നേതാക്കളുണ്ടായി. ആ ഘട്ടത്തിലാണ് ആ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നതിനെ സഹിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായി ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നേരെയുള്ള കലാപം സംഘപരിവാർ അഴിച്ചുവിട്ടത്. അതിൻ്റെ ഭാഗമായി വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപം, 51 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. നിരവധി പേരെ കാണാതായി. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് അവരുടെ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. മുസ്ലിം വീടുകൾ, കടകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെട്ടു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയാൽ തങ്ങൾ വിടില്ല എന്ന രീതിയിലാണ് സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടത്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുവാദമുണ്ടായി. ആ ഘട്ടത്തിൽ അതിനെതിരെ ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കൾ മാത്രമായിരുന്നു. എവിടെയും കോൺഗ്രസിൻ്റെ ആരെയും കണ്ടില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലാപത്തിനിരയായവർക്ക് പരിരക്ഷ നൽകണം, സുരക്ഷ നൽകണം, നിഷ്പക്ഷമായ അന്വേഷണം ആ കാര്യത്തിൽ വേണം. ഈ ആവശ്യം ഇടതുപക്ഷമാണ് ഫലപ്രദമായി ഉയർത്തിയത്. കോൺഗ്രസിൻ്റെ ശബ്ദം ആ ഘട്ടത്തിൽ പൊങ്ങിയില്ല. നമ്മുടെ സർവകലാശാല ജാമിയ മിലിയ, അവിടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വിദ്യാർത്ഥികൾ സമരം നടത്തി. ആ വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടാൻ പോലീസ് തയ്യാറായി. ഇതെല്ലാം നമ്മുടെ രാജ്യം കണ്ടതാണല്ലോ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷഹീൻബാഗിൽ സമരം നടന്നു. ആ സമരത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം അഴിച്ചുവിട്ടു. എല്ലാറ്റിനും പോലീസിൻ്റെ മൗനാനുവാദമുണ്ടായിരുന്നു. ഇടതുപക്ഷ നേതാക്കളാണ് അവിടെ ഓടിയെത്തിയത്. അപ്പോഴും കോൺഗ്രസ് കുറ്റകരമായ മൗനം പാലിച്ചു. അവിടെയാണ്, ആ സമയത്താണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ
കൃത്യമായ കലാപാഹ്വാനം നടത്തിയത്. ഇവരെ വെടിവെച്ച് കൊല്ലൂ എന്നായിരുന്നു ആഹ്വാനം, കൃത്യമായ കലാപാഹ്വാനം. ആ കേന്ദ്രമന്ത്രിക്കെതിരെ കേസ് കോടതിയെ സമീപിച്ചത് ബൃന്ദ കാരാട്ടും ഡൽഹിയിലെ CPIM സെക്രട്ടറിയുമാണ്. അവിടെയും കോൺഗ്രസിന് ഇവിടെയും കണ്ടില്ല. നമ്മുടെ ഡൽഹിയിലെ കലാപം, അതിനിരയായ ആളുകൾക്കാണല്ലോ സാധാരണഗതിയിൽ സർക്കാർ പരിരക്ഷ നൽകേണ്ടത്. അക്രമികൾക്കെതിരെയാണല്ലോ സർക്കാർ നടപടിയെടുക്കേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണുണ്ടായത്. ഡൽഹി കലാപത്തിന് നേതൃത്വം കൊടുത്തവർക്ക് പരിരക്ഷ, എരകൾക്ക് നേരെ നടപടി. ഇതാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായത്. ആ കുറ്റപത്രത്തിൽ സീതാറാമിൻ്റെ പേരുണ്ടായി. ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ പേര് ആ കുറ്റപത്രത്തിൽ കാണാൻ കഴിഞ്ഞു? ഇപ്പോൾ ഇത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചട്ടം വന്നു. ഈ ചട്ടം വന്നപ്പോൾ വീണ്ടും പഴയ അതേ രീതിയിലുള്ള ലോക പ്രതിഷേധമുയർന്നു. ലോകമാകെ ഇതിനെ അപലപിക്കുന്നു. നമ്മൾ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയും മറ്റൊട്ടേറെ രാജ്യങ്ങളും അപലപിക്കാൻ തയ്യാറാകുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നിലപാടില്ലാത്ത ഒരു കൂട്ടരില്ലേ? എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? ദേശീയ തലത്തിലാണല്ലോ നിലപാട് വേണ്ടത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ നിലപാടുണ്ടായോ? എന്തേ അവർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ പറ്റാത്തത്? കോൺഗ്രസ് അധ്യക്ഷൻ ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ ആലോചിച്ച് പറയാതാണ്. ഇത് വന്ന ഉടനെയല്ല ചോദ്യം, വന്ന ദിവസങ്ങൾ കഴിഞ്ഞു, അപ്പോഴും നിലപാടില്ല. രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപിച്ചല്ലോ. യാത്രയിലുടനീളം ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ആ സമാപന ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? പിന്നീട് ഇതേവരെ പറഞ്ഞോ? എന്തേ ഇതിൽ ശബ്ദിക്കാൻ കഴിയാത്തത്? മല്ലികാർജുൻ ഖാർഗെ ആലോചിച്ച് പറയാം എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി കോൺഗ്രസിൻ്റെ. അദ്ദേഹം ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ തീയാണ്. എന്ത് സംഭവിക്കും നാളെ ഈ നിയമത്തിൻ്റെ ഭാഗമായി എന്നാലോചിച്ച് ഉത്കണ്ഠപ്പെടുന്ന, വല്ലാത്ത ആദിയിലും വേദനയിലും കഴിയുന്ന ജനകോടികൾ. എന്തേ അവരെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയാത്തത്? എന്തേ BJPയുടെ ആ കുൽസിതമായ നീക്കത്തിന് മൗനത്തിലൂടെ പിന്തുണ നൽകുന്നത്? ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു തലവനും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല എന്ന് നാം കാണണം. കാപട്യപൂർണമായ ഒളിച്ചു കളിയാണ് നടന്നത്. എന്നാൽ ശക്തമായ നിലപാട് രാജ്യത്താകെ ഇടതുപക്ഷത്തിന്, കേരളത്തിൽ LDFനും സർക്കാരിനും ഒരു തരത്തിലുള്ള സംശയവുമില്ലാത്ത ശക്തമായ നിലപാട്. അത് നേരത്തെയുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാകും. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരരാക്കലാണ്. ഹിന്ദു രാഷ്ട്രവാദം, അതാണ് RSSന്റെ സമീപനം. അതിന് ആ അജണ്ടയുടെ ഭാഗമായാണ് ഈ നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നാം ഓർക്കണം.
ഇത് 2024, അടുത്ത വർഷം 2025. ആ 2025-ന് RSSനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. RSS ജന്മം കൊണ്ടിട്ട് 100 വർഷം തികയുന്നു. RSS ജനിച്ച് 100 വർഷം തികയുമ്പോൾ തങ്ങളുടെ കടുത്ത വർഗീയ ലക്ഷ്യം നേടിയെടുക്കണം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടികളുമായാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായാണ് ഈ നടപടികൾ എന്നത് നാം കാണണം. ഇന്ത്യൻ ഭരണഘടനയെ RSS എതിർത്തിട്ടുണ്ട്. സവർക്കർ പരസ്യമായി അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. നാം ഓർക്കേണ്ട കാര്യം, മനുവിൻ്റെ മനുസ്മൃതിയാണ് രാജ്യത്തിൻ്റെ നിയമം എന്നുവരെ പറഞ്ഞു വച്ചിരുന്നു. സവർക്കർ പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം. ഭരണഘടനയെ തള്ളിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമാണത്. ദീനദയാൽ ഉപാധ്യായും ഇതേ നിലപാട് തന്നെ എടുത്തിരുന്നു. സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങളിലേക്ക് ഉള്ളൊരു പാലമായിട്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതി അവർ കാണുന്നത്. ഭരണഘടന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പു നൽകുകയാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള ടൂളുകളായാണ് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും അതേപോലെ തന്നെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും എല്ലാം അതിനുള്ള ടൂളുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണ് എന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ LDFും LDF സർക്കാരുമുണ്ടാകും. ഏത് ത്യാഗം സഹിച്ചും ഈ പോരാട്ടം തുടരും. ഒരു കാരണവശാലും ഈ സംഘപരിവാർ ശക്തികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒന്നിച്ച് നീങ്ങിക്കൊണ്ട് ഇതിനെയെല്ലാം നേരിടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.